അവിടെ പോയി എല്ലാവർക്കും അറിയാം പുറത്തേക്ക് കണ്ടന്റ് പോകണം എന്നുണ്ടെങ്കിൽ രേണു സുധിയായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ മതിയെന്ന്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, വസ്ത്ര സ്വാതന്ത്ര്യം. പക്ഷേ ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. രേണു സുധി TRP കുതിച്ചുയർത്തുന്നു. അതോടൊപ്പം തന്നെ ഞാനൊരു കമന്റ് വായിക്കാം. ഇത് മൂപ്പൻ ഇട്ട കമന്റ് ആണെന്നൊന്നും പറയില്ല, മൂപ്പൻ എടുത്ത് പറഞ്ഞതാണെന്നൊന്നും പറയില്ലേ. ഏഷ്യാനെറ്റിൻ്റെ അകത്ത് ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യപ്പെടും. അതായത് ഇപ്പം റീസെന്റ് ആയിട്ട് അടി നടന്നു, ആ ഒരു വഴക്കും പ്രശ്നങ്ങളൊക്കെ നടന്ന് തലവേദനയെ ചുറ്റിയിട്ടുള്ള സംഭവങ്ങളാണ് നടന്നത്. അതിനകത്ത് രേണു സുധിയെ കൂട്ടത്തോടു കൂടി ചേർന്ന് എല്ലാവരും കൂടെ ആക്രമിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഒരു തലവേദന, ഒരു പൊയ്, ഇതൊക്കെ നിജമല്ല ഈ പൊയ് എന്നുള്ള രീതിയിലാണ് ഈ കമന്റ്. ഇതാണ്, നിങ്ങൾ നോക്കുക, ഇതാ കമന്റ്. അവിടെ പോയി എല്ലാവർക്കും അറിയാം പുറത്തേക്ക് കണ്ടന്റ് പോകണം എന്നുണ്ടെങ്കിൽ രേണു സുധിയായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ മതിയെന്ന്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ആ ഒരു സ്ത്രീ അവരുടെ മോശം വശങ്ങളും നെഗറ്റീവായിട്ടുള്ള വശങ്ങളും അതുപോലെ തന്നെ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള എന്തുണ്ടെങ്കിലും അതെല്ലാം ബിഗ് ബോസിൻ്റെ അകത്ത് നിന്ന് എക്സ്പോസ്ഡ് ആവുമെന്നും പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അവിടെ ഇത്രയും നാളോട് ചെയ്ത് പുറത്ത് കാണിച്ചത് പോലത്തെ അവിടെ തന്നെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ആവും എന്നുള്ള കാര്യം 100% വിശ്വസിക്കുന്നത്. എൻ്റെ സുഹൃത്തുക്കളടുത്തിറക്കം ഞാൻ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ്, വരുന്നതിന് മുമ്പ്. അങ്ങനെയാണെങ്കിൽ ഇന്നലെ ഈ ഹൗസിൻ്റെ അകത്ത് ഇന്നലെ കയറിയിട്ട് ഈ നിമിഷം വരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രേണു സുധി തുടക്കത്തിൽ കാമായിരുന്നു. അതിനുശേഷം ചെറിയ ചെറിയ വഴക്കുകളിലൊക്കെ ദൂരമൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ഡയറക്റ്റായിട്ട് അവരുടെ ആ ഒരു രംഗത്തേക്ക് വരുന്ന സമയത്ത് അവരുടെ ചുറ്റും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഉള്ള ഒരു ആക്രമണം, അപ്പാനി ശരത്തും മറ്റുള്ള ടീംസും എല്ലാവരും കൂടെ ചേർന്ന് ഒരു ആക്രമണം അഴിച്ചുവിടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അത് ഇവർക്ക് ദോഷകരമായിട്ട് ബാധിക്കുകയും അത് രേണുവിന് ഗുണകരമായിട്ട് ബാധിക്കുകയും. ഞാൻ കുറേ അധികം ബിഗ് ബോസ് ഗ്രൂപ്പുകളുണ്ട്, ആ ബിഗ് ബോസ് ഗ്രൂപ്പുകളുടെ അടക്കം ചർച്ചയാണ് ഇതിനകത്ത് രേണു ഇതിന് കൂടുതൽ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. ഈ ഒരു സംഭവം കൊണ്ട് അവർ സീസൺ 2 കണ്ടസ്റ്റന്റുമായിട്ടാണ് താരതമ്യപ്പെടുത്തുന്നത്, ഞാൻ പറയുന്നില്ല. എങ്കിലും കാത്തിരുന്ന് തന്നെ കാണണം, ഒരു ദിവസമാണ്. ഇനി ഒരു കാര്യം പറയാതിരിക്കാൻ നിവർത്തിയില്ല, ഞാൻ കാണിച്ചു തരാം. അതായത് ഈ അഭിലാഷിന്റെ ഈ അഭിലാഷ് എന്താണ് അഭിശ്രീ എന്ന് പറയുന്ന അഭിലാഷ് കാണിച്ചു കൂട്ടുന്നൊരു കാര്യം. ഓക്കെ, എല്ലാവരും കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ നിൽക്കുന്നതാണ്. ബിഗ് ബോസിൻ്റെ അകത്ത് സ്പേസ് വേണം. ഇന്നലെ ആ BB ഹൗസിൻ്റെ അകത്ത് തുടക്കത്തിൽ കയറിയിട്ടുള്ള അനീഷ്, അത് കോമണർ കണ്ടസ്റ്റന്റ് ആയിട്ട് കയറിയിട്ടുള്ള അനീഷ്, അതിനുശേഷം ഈ നിമിഷം വരെയും അദ്ദേഹത്തിന്റെ മുഴുവൻ ഒരു മാനറിസം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നതും ചെയ്യുന്നതും ഒക്കെ സത്യം പറഞ്ഞാൽ ഒരു തരത്തിലും എന്താ പറയുക, എല്ലാവരും വെറുപ്പിച്ചുകൊണ്ട് ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി. അതിന് രാവിലെ തന്നെ ആദിലെ നൂറയും വന്ന് ചോദിക്കുന്നുണ്ട്, ചേട്ടൻ ഒറ്റപ്പെടാനാണ് ഞങ്ങൾ അനുവദിക്കത്തില്ല ചേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട്. ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ് പുള്ളിക്കാരനടുത്ത് മുന്നോട്ട് വയ്ക്കുന്നത്. ആ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഇനി നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയത്തില്ല. ഇനി ഏറ്റവും കൂടുതൽ എനിക്ക് എന്താ പറയുക ഒരു മാതിരി തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ ഗിസേലിൻ്റെ ആണോ തോന്നുന്നു, നമ്മുടെ ഷാനവാസിന്റെ ഒരു നമ്മുടെ നോമിനേഷനിൽ ഷാനു പറയുന്നൊരു കാര്യം, വസ്ത്ര സ്വാതന്ത്ര്യം എല്ലാവരുടെയും അവകാശം തന്നെയാണ്. പക്ഷേ കേരള സംസ്കാരത്തിൽ ഇതൊരു അരോചകമായിട്ട് തോന്നുന്ന പോലെ നമ്മുടെ കേരളത്തിന്റെ ഒരു കൾച്ചറുണ്ട്, അതിനനുസരിച്ചുള്ള ഒരു വസ്ത്രധാരണവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ. പക്ഷേ പുള്ളിക്കാരൻ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, വസ്ത്ര സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന രാജ്യത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അതിനകത്ത് കേരളത്തിനൊരു പ്രത്യേക തനിമയുണ്ട്. കേരളത്തിന് പറ്റാത്ത രീതിയിലുള്ള വസ്ത്രധാരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവാം. ഇദ്ദേഹം ആ പറയുന്ന ഇതിനെ അത് ശരിയാണ്, എന്താണ് ഇവർ വസ്ത്രം ധരിച്ചേക്കുന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. കുടുംബ പ്രേക്ഷകർ കാണുന്നതില്ലേ എന്നുള്ള ചോദ്യം നമുക്ക് സ്വാഭാവികമായിട്ട് ഉന്നയിക്കാം. എങ്കിലും പബ്ലിക്കിൽ നിന്ന് രണ്ട് അഭിപ്രായം വരുമെങ്കിലും അകത്ത് നിൽക്കുന്ന അദ്ദേഹം ആ ഒരു കാര്യം ഇപ്പം പുറത്തുള്ള അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംഭവം പറയുന്നതാണ്. അവരുടെ വേഷവിധാനം മോശമാണ്, ഗിസേലൊക്കെ എത്ര നാൾ അവിടെ പോകുന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും എനിക്കും അറിയത്തില്ല. എങ്കിലും ആ ഒരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു അത്രയും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. ഇനി ഇവരുടെയൊക്കെ നോമിനേഷനിന്റെ ആരെയൊക്കെ നോമിനേറ്റ് ചെയ്തു എന്നുള്ളൊരു കാര്യം ജസ്റ്റ് വളരെ ബ്രീഫായിട്ടൊന്ന് പറഞ്ഞു പോവാം. അനു ഗിസേലിനെയും രഞ്ജിത്തിനെയും നോമിനേറ്റ് ചെയ്തു. ആര്യൻ ശൈത്യയും നെവിനെയും നോമിനേറ്റ് ചെയ്തു. സരിക ആര്യനെയും ഒണിയിലിനെയും നോമിനേറ്റ് ചെയ്തു. അക്ബർ ആദിലെ നൂറയും അതോടൊപ്പം തന്നെ രഞ്ജിത്തിനെയും. ബിൻസി ശൈത്യ നെവിൻ, ഒണിയിൽ ശൈത്യ ഗിസേല്, ബിന്നി ശൈത്യ ആൻഡ് രഞ്ജിത്ത്, അഭിലാഷ് രേണു ആൻഡ് ആര്യൻ, റന ഫാത്തിമ നെവിൻ ആൻഡ് ശൈത്യ, രഞ്ജിത്ത് ശൈത്യ ആൻഡ് ഗിസേല് രേണു ആൻഡ് ശാരിക രേണു ആൻഡ് രഞ്ജിത്ത്, ഷാനവാസ് ഗിസേൽ ആൻഡ് അഭിലാഷ്. ഓക്കെ, ഷാനവാസ് പറഞ്ഞാൽ അതിനകത്ത് ഗിസേലിൻ്റെ ഡ്രസ്സിങ്ങിനെ കുറിച്ചാണ്. അതോടൊപ്പം തന്നെ നെവിൻ അനു ആൻഡ് രേണു, ആദില ആൻഡ് നൂറ ആര്യൻ ആൻഡ് ശൈത്യ ബിന്നി ആൻഡ് രഞ്ജിത്ത്, രേണു അക്ബർ ഖാൻ, അതുപോലെ തന്നെ ശരത്ത് അപ്പാനി ശരത്ത്, നെവിനും ഷാനവാസും. ഇങ്ങനെയാണ് ഇതിനകത്തുള്ള ഈ ഒരു സംഭവം പോയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത്രയും നേരം ഈ ഒരു സാധനം ഒരുപാട് ഓടുമ്പോഴും അധികം ഇവ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അധികം എന്താ പറയുക ഒരു ബുദ്ധിമുട്ട് തോന്നുന്നതോ ഒന്നുമില്ല. കാരണം പക്ഷെ ആകെ തോന്നുന്നൊരു കാര്യം, ഇവരെല്ലാവരും കൂടെ നമ്മളെ കുറേ നാളിങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ കുറേ അധികം കടിക്കാൻ വേണ്ടിയിട്ട് പരിശീലിപ്പിച്ച നായ്ക്കളെ ഒരു കൂട്ടിനകത്ത് കൊണ്ടിട്ടാൽ കടിച്ചു കീറാൻ വേണ്ടി നിൽക്കുന്നത് പോലത്തെ ഒരു കാര്യമാണ്. ഒരു സ്ട്രാറ്റജിക്കൽ മൂവ് എന്നുള്ള സാധനം അത് തുടക്കത്തിൽ
അനീഷിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് തോന്നി. ചിലപ്പോൾ അദ്ദേഹം കുറെ നാൾ പോയേക്കാം. പക്ഷേ ഇദ്ദേഹത്തിനെ കുറിച്ച് സോഷ്യൽ മീഡിയക്കകത്ത് ഇദ്ദേഹത്തിന് കമ്പാരിസൺ നടത്തുന്ന ആളെ കുറിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ രതീഷ് ഉണ്ടാ അവസാനം എന്തായി, ബിഗ് ബോസ് അവസാനം ഉണ്ടാ പുറത്തു പോ എന്ന് പറഞ്ഞിട്ട് പുറത്താക്കി. അദ്ദേഹത്തിന്റെ ഒന്നും അറിവില്ല കേട്ടോ. ഇപ്പൊ ഈ ബിബിയുടെ അതുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് പുള്ളിയുടെ ഒന്നും ഒരു അറിവില്ല, എന്തൊക്കെയായിട്ട് വന്ന ഒരാളായിരുന്നു പുള്ളിയൊക്കെ, ഏത് വഴിക്ക് പോയെന്ന് കണ്ടു അറിയാം. സോ ഇതൊക്കെയാണ്. അപ്പൊ മൊത്തത്തിൽ ഈ കമന്റ് ബോക്സ്, അപ്പൊ മൊത്തത്തിൽ അതൊരു അഭിലാഷാണെങ്കിൽ ഒരു ശബ്ദം ഉയർത്തി അങ്ങ് സംസാരിക്കുന്ന ഒരു തരത്തിൽ വല്ലാത്ത രീതിയിലേക്ക് കടന്ന് അട്ടഹസിക്കുന്നു. നടക്കട്ടെ, എല്ലാവരും പുള്ളിക്കാരനൊരു ഒരു ഫയർ ഐറ്റം എന്നുള്ള രീതി തന്നെയാണ്. കാരണം ബിബി എന്ന് പറയുന്ന സംഭവം അവിടെ നിന്ന് ചുമ്മാ ഇരിക്കാനുള്ളതല്ലോ. കുറേ അധികം ആൾക്കാർക്കെങ്കിലും സത്യം പറഞ്ഞാൽ ബിബി ഒച്ചപ്പാട് വേണം, ഇല്ലെങ്കിൽ ഓണവില്ലെന്ന് പറയും. ഓണവില്ലല്ലാതിരിക്കണമെങ്കിൽ ബിബിക്കകത്ത് അടിപിടി വഴക്ക് വേണം. അപ്പൊ ആ അടിപിടി വഴക്കുണ്ടാക്കുന്ന ആൾക്കാരോ അവരെ കുറച്ച് കൂടുതൽ അവരുടെ ബേസിലാണ് പിന്നെ ഫാൻ ബേസ് ഉണ്ടാകുന്നത്. പിന്നീടാണ് അതിൽ നിന്ന് സ്പ്ലിറ്റ് ആയിട്ട് ഇന്ന ആൾ എന്നുള്ള കമ്പാരിസൺ വരുന്നത്. അങ്ങനെയാണ് മൊത്തത്തില് ഈ കോണാത്തിലെ പരിപാടി കാണാൻ ഇപ്പോഴും ആൾക്കാരുണ്ടോ കഷ്ടം എന്നൊക്കെ പറയുന്നത്. ഈ പറയുന്ന വ്യക്തിയും ചിലപ്പം കാണാനാണ് സാധ്യത. ഇത് ഒരുപാട് അധികം ആൾക്കാർ മലയാളത്തിൽ കാണുന്നുണ്ട്. ഹാപ്പി ആയിരുന്നു ആക്റ്റീവ് ആയ ആൾ വേഗത്തിൽ ദേഷ്യം വരുമ്പോൾ ഹെഡേക്ക് വരാം. ഹാപ്പി ആയിരുന്ന ആക്റ്റീവ് ആയ ആൾ വേഗത്തിൽ ദേഷ്യം വരുമ്പോൾ എന്താ പറയുക ഹെഡേക്ക് വരാമെന്ന് പറഞ്ഞു. ഇപ്പം ഇവിടെ അഭിലാഷിന്റെ സ്ട്രാറ്റജി, അഭിശ്രീയുടെ സ്ട്രാറ്റജി എന്ന് വെച്ചാൽ രേണുസുതി തന്നെയാണ്. നമ്മൾ രേണുസുതിക്ക് പബ്ലിക്കിന്റെ മുമ്പിലേക്ക് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സംഭവം നമ്മുടെ സമൂഹം മൊത്തത്തിൽ ചാർത്തി കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവരുടെ കയ്യിരിപ്പും കുറേ പ്രശ്നങ്ങളുണ്ട്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ആ ഒരു കാര്യത്തിന് ചൂടുപിടിച്ച് ആ ഒരു സംഭവത്തിൽ നിന്നും അവർക്കെതിരെ ഒരു സംഭവം ഉണ്ടാക്കി വിട്ടു കഴിഞ്ഞാൽ പുറത്ത് നിൽക്കുന്ന രേണുവിനെ നെഗറ്റീവായിട്ട് കാണുന്ന അല്ലെങ്കിൽ രേണുവിനെ വെറുക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ സപ്പോർട്ട് ആദ്യം ആരാണോ രേണുവിനെതിരെ നിൽക്കുന്ന ആ വ്യക്തിക്ക് കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ വോട്ട് ഷെയർ ശരിക്കും കുതിച്ചു വരും. അത് അബിയുടെ നല്ല പ്ലേ ആണ്, അതൊരു പ്ലേ ആണ്. അത് വ്യക്തിപരമായിട്ടുള്ള ഒരു ആക്രമണങ്ങളൊന്നും അല്ലല്ലോ. ഇതിനകത്ത് നടക്കുന്ന മുഴുവൻ ഗെയിമാണ്. ഇതിനകത്ത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തിപരമായിട്ടുള്ള സംഭവങ്ങളല്ല. അവർ ഹെഡേക്ക് വരുന്നു എന്ന് പറയുന്നു, അത് മെഡിക്കൽ മിറാക്കിൾ എന്ന് പറഞ്ഞ് പരിഹാസം വരുന്നുണ്ട്. തലവേദന എന്നുള്ള സാധനം മെഡിക്കൽ മിറാക്കിൾ പെട്ടെന്ന് വരുന്നു മാറുന്നു എന്നൊക്കെ പറയുന്നു. ചില ആൾക്കാർ ചിലപ്പോൾ വന്നിട്ട് ചില സമയങ്ങളിൽ ചിലപ്പോൾ അവർ മാനസികമായിട്ട് ചിലപ്പോൾ എണീറ്റായിരിക്കാം. പക്ഷെ എങ്കിലും ഒരു കാര്യം ഞാൻ പറയാം, അവിടെ നിൽക്കുന്ന മുഴുവൻ കണ്ടസ്റ്റൻസിന്റെയും മൊത്തം നിങ്ങളിപ്പം ഇന്ന് ഏഷ്യാനെറ്റിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങിയ വീഡിയോസ് അടക്കം മറ്റു പല സ്ഥലങ്ങളിലും പോയി പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. രേണുസുതിക്ക് വ്യക്തമായ രീതിയിൽ ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് കയറിയതിനു ശേഷം വ്യക്തമായ രീതിയിൽ സപ്പോർട്ട് പുറത്തുനിന്ന് കിട്ടുന്നുണ്ട്. അത് അവർ എത്ര നാൾ അവിടെ പോകുമെന്നോ എത്ര നാൾ അവർ അവിടെ നിൽക്കുമെന്നോ എന്നുള്ള കാര്യം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ബിഗ് ബോസ് അൺപ്രഡിക്റ്റബിൾ ആണ്. പക്ഷെ ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കോണ്ടന്റ് കൊടുക്കുന്ന കണ്ടസ്റ്റന്റ്, അതുപോലെ സ്ക്രീൻ പ്രസൻസിന്റെ കാര്യം പറഞ്ഞാൽ അനീഷിനെ കവച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് ആരും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ അഭിശ്രീ ഉണ്ട്, അഭിശ്രീ, ഇപ്പൊ റീസെന്റ് രേണു വന്നിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാരൊന്നും ആ സ്ക്രീൻ പ്രസൻസിലേക്കും ആ സ്പേസും എടുത്ത് അത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. അബിയെ നമ്മളിവിടെ അംഗീകരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അബി ശരിക്കും പറഞ്ഞാൽ അത് ഉപയോഗിക്കാൻ ശ്രമിച്ചു. അബി ആ കിട്ടിയ ഗ്യാപ്പിന് പരമാവധി, അപ്പൊ നമുക്ക് തോന്നും അരഗൻസ് ആണ്, ദേഷ്യമാണ്, എന്തായി കാണിക്കുന്നുള്ളത്. അപ്പം മുൻകാല സീസണുകളിലെ കണ്ടസ്റ്റൻസ് കാണിച്ച കാര്യങ്ങൾ ഇവർ പലരും കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ആരൊക്കെയാണ് മുൻകാല സീസണിലെ കണ്ടസ്റ്റൻസിന്റെ എന്താണ് പ്രസന്നമായിട്ടുള്ള രീതിയിൽ അവരുടെ ആ ഒരു ബാധ കയറിയതുപോലെയൊക്കെ കയറി നിൽക്കുന്നത്. അതൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇവിടെ റിയൽ ക്യാരക്ടർ ഒരു 10-30 ദിവസം കഴിയണം, ഒരു മാസം കഴിയുമ്പോഴേക്ക് റിയൽ ക്യാരക്ടറിലേക്ക് വരും. ഇതൊന്നും ആയിരിക്കത്തില്ല, ചിലപ്പോൾ ഇതിന്റെ അപ്പുറത്തായിരിക്കും. സോ ആദ്യമേ ഒരു ഓളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗെയിമിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്നാൽ എല്ലാ കണ്ടസ്റ്റൻസും അങ്ങോട്ട് ആക്റ്റീവായിട്ടില്ല. കുറെ അധികം ആൾക്കാർ ഇപ്പോഴും നല്ല രീതിയിലൊരു എന്താ പറയാ എന്തൊക്കെയോ തരത്തിൽ നിൽക്കുന്നുണ്ട്. എന്നാൽ ആക്റ്റീവ് ആയവർ ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ആക്റ്റീവായിട്ടാണ് മാറിയിരിക്കുന്നത്. അതിനകത്ത് അനീഷുണ്ട്, ഈ പറഞ്ഞ അപ്പാനി ശരത്തും ആക്റ്റീവായിട്ട് വരുന്നുണ്ട്. അപ്പാനി ശരത്ത് കുറച്ചുകൂടെ കൺസേൺഡ് ആയിട്ട് നിൽക്കുന്നത് പോലെയൊക്കെ തോന്നുന്നു, അറിയത്തില്ല, മേ ബി ചിലപ്പോൾ വരുന്ന ദിവസങ്ങൾ സെറ്റായേക്കാം. പക്ഷേ ഇതൊക്കെയാണ് നിലവിലുള്ള അവസ്ഥ. ഈ രേണുവിന്റെ വിഷയം അവിടെ ഉടലെടുക്കുന്നതോടുകൂടി രേണുവിനും വ്യക്തമായ ഒരു സ്വാധീനം ബിഗ് ബോസ് ഹൗസിന്റെ അകത്തുനിന്നുണ്ടാവും. അതോടൊപ്പം തന്നെ രേണുവിന് പുറത്തുള്ള നെഗറ്റീവ് കാരണം കൂടുതൽ ആൾക്കാർ അവരെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ അവരെ ഇപ്പം പുറത്തുള്ള നെഗറ്റീവ് പോലും അവിടെ അകത്ത് ഇവരെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ പുറത്തുള്ള നെഗറ്റീവ് മാറി അവർ ചില പോസിറ്റീവിലേക്ക് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇതിന്റെ അർത്ഥം ഈ രേണുസുതിയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതല്ല. ഇതിനർത്ഥം ഈ ബിഗ് ബോസ് ഹൗസിനകത്തുള്ള ഒരു ഗെയിമറിനെ കുറിച്ച് സംസാരിക്കുന്നതാണ്. അത് അനീഷ് ആണെങ്കിലും രേണുസുതി ആണെങ്കിലും അഭിലാഷ് ആണെങ്കിലും അപ്പാനി ശരത്താണെങ്കിലും ഈ ഷാനു, അദ്ദേഹത്തിന്റെ ആ പരാമർശത്തിനോട് ഞാൻ ഇപ്പോഴും യോജിക്കുന്നില്ല. കേരളത്തിന് ചേരാത്ത വസ്ത്രം എന്നൊക്കെ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരൊരു മോഡലാണ്. അവർ വന്നിട്ടുള്ള അവരുടെ രീതികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ കാണിച്ചു തന്ന കാര്യമാണ്. അങ്ങനെയുള്ള ആൾക്കാരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടാവും, അവരുടെ വേഷവിധാനങ്ങളും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും.
അപ്പോൾ എല്ലാ തരത്തിലുള്ള വൈവിധ്യങ്ങളുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈവിധ്യങ്ങൾ നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് നമ്മളും അനുസരിച്ചിട്ട് മാറ്റം വരുത്തണം എന്നുള്ളതാണ്. എല്ലാവർക്കും എപ്പോഴും സാരി കൊടുത്തുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല, എല്ലാവർക്കും എപ്പോഴും പർദ്ദയിട്ടുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല, എല്ലാവർക്കും എപ്പോഴും മറ്റ് തരത്തിലുള്ള നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള മറ്റുള്ള വസ്ത്രങ്ങൾ ധരിച്ച് നടക്കാൻ പറ്റത്തില്ല. ഇഷ്ടമുള്ളത് ധരിക്കട്ടെ. ഇപ്പം ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്ന ഹുഡിയാണ്. ഈ സാധനം എല്ലാവരും ഇട്ട് നടക്കണമെന്നില്ല. ചില ആൾക്കാർ ഷർട്ട് ഇടും, ചിലപ്പോൾ ഞാനിതിലും, ചിലപ്പോൾ വേറെ ആൾക്കാർ വേറെ ഇടും. അതൊക്കെ അവരവരുടെ വ്യക്തിപരമായ ചോയ്സ് ആയിട്ട് കാണുക. അതിനെ നമ്മൾ കയറി ഇന്റർഫിയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചോദിക്കും മുൻകാലങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ല മൂപ്പ എന്ന് പറഞ്ഞാൽ, മുൻകാലങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ല. അത് തന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. മുൻകാലങ്ങളിലുള്ള കാര്യങ്ങളിലകത്ത് എൻ്റെ മിസ്റ്റേക്സ് എവിടെയെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുക എന്നുള്ള കാര്യമാണ് ഇപ്പോഴത്തെ കാലത്ത് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് എന്നെ കാണുന്ന പ്രേക്ഷകരോട് ഞാൻ പറയാണ്, വിനീതമായിട്ടാണ്. നിങ്ങൾക്ക് ഇപ്പോഴും വിമർശിക്കുക, വിമർശനങ്ങൾ ഞാൻ കാണുന്നുണ്ട്. വിമർശിക്കുന്നവരോട് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ വിമർശനത്തിന് സ്വാഗതം ചെയ്യുന്നു. ഇനിയും വിമർശിക്കുക, ഇനിയും ഞാൻ തിരുത്താനുണ്ടെങ്കിൽ ഇനിയും തിരുത്തും. മുന്നോട്ട് പോവുക, നിങ്ങളും മുന്നോട്ട് പോവുക, ഞാനും അതോടൊപ്പം മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ദിവസങ്ങളിൽ ഇന്നലെ തുടങ്ങി ഇന്ന് ഈ നിമിഷം വരെ നോക്കുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിന്ന് കളിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയ ആരാണ്? എന്തായാലും PR വർക്ക് തുടങ്ങി കഴിഞ്ഞു. PR വർക്കുകൾ ചറപ്പറാന്ന് എൻ്റെ കമന്റ് ബോക്സിലൊക്കെ വന്നു PR-കൾ. സോ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും, PR-കൾ നിങ്ങളും കൂടെ കൊഴിപ്പിക്കൂ. എല്ലാവരും കൂടെ കൊഴിപ്പിച്ചാലേ ഈ ഒരു ഗെയിം സെറ്റ് ആവുള്ളൂ. ഞാൻ എന്തായാലും ഇതൊരു ഓണായിട്ടൊന്നുമില്ല. ഞാൻ ഓണാവാൻ വേണ്ടിയിട്ട് ഇനി ദിവസങ്ങൾ എടുക്കും. ഞാൻ എൻ്റെ ഒരു സെൻസിൽ ഈ ഒരു സംഭവങ്ങളൊക്കെ തുടക്കത്തിലുള്ള ഒരു ആരംഭ ശൂരത്വം മാത്രമാണ്. ഇതൊന്നും ഒരു ഗെയിമായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നതേ ഇല്ല. ഇത് ഒരു മിനിമം ഒരു 10 ദിവസം കഴിഞ്ഞാൽ മാത്രമേ ഞാൻ അറ്റ്ലീസ്റ്റ് ഞാൻ അത്രയും കഴിഞ്ഞാൽ മാത്രമേ ഞാനിതൊരു ഗെയിമായിട്ട് എടുക്കുകയുള്ളൂ. അതിനുശേഷം മാത്രമേ ഞാൻ അതിൻ്റെ ഒരു സീരിയസ് ആയിട്ടുള്ള ലെവലിൽ സംസാരിക്കത്തുള്ളൂ. ഇത് എന്നെ കാണുന്ന പ്രേക്ഷകരോട് ഞാൻ പറയുന്നതാണ് കേട്ടോ. ഇപ്പം വലിയ മറ്റവനാണെന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നവരോടല്ല, ഞാൻ എന്നെ കാണുന്നവരോട് പറയുന്നതാണ്. സോ ഗൈസ്, നിങ്ങൾ പറയൂ, ഇവിടെ രേണുവിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അനീഷിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ആദില നൂറ ഇപ്പൊ ഫേസ്ബുക്കിൻ്റെ അകത്തൊരു പോസ്റ്റ് ഉണ്ടാണ്. ആദില നൂറ 2 മടൽ വെട്ടി അടിക്കണം. ഇവളുമാരൊക്കെ ഇനി എന്തുകൊണ്ടിട്ട് ഉരയ്ക്കും. സോ ഞാൻ അതിലേക്ക് പോകുന്നില്ല, വേറെ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്, ചെയ്യാം. എന്തൊരു മോശം പരാമർശങ്ങളെന്നറിയാം അവർക്കെതിരെയൊക്കെ നടത്തിയിരിക്കുന്നത്. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായത്തിൽ അടുത്ത വീഡിയോ കാണാം ഗൈസ്.